ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. വളരെ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ വാരനാളുകൾ നാം ആയിരിക്കുകയാണല്ലോ. നമുക്ക് വേണ്ടി ത്യാഗമേറ്റ, കൊടിയ വേദനകൾ അനുഭവിച്ച് തൻ്റെ ചുടുചോര നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ആ കർത്താവിൻ്റെ പ്രാണസ്നേഹിതരാകുവാൻ, അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ, ഒരു പുതിയ സൃഷ്ടികളായി രൂപപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൂശിൻ്റെ ധ്യാന ചിന്തകൾ പ്രാർത്ഥനാപൂർവം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നാളുകൾ വിശുദ്ധീകരണത്തിൻ്റെ നാളുകളാണ്. ദൈവത്തോട് കൂടുതൽ സഹവസിക്കേണ്ടുന്ന നാളുകളാണ്. പ്രാർത്ഥനാപൂർവം ക്രൂശിൻ്റെ അനുഭവങ്ങളുമായി ഇഴുകിച്ചേരുന്ന നാളുകളാണ്. നോമ്പ് എന്ന് പറയുന്നത് നോവുള്ള അൻപ്. ഏത് സ്നേഹത്തിനും പിറകിൽ ഒരു നോവ് ഉണ്ടാകും. ആ നോവുണ്ടെങ്കിലേ ആ സ്നേഹത്തിന് ഒരു വിലയും മൂല്യവും അർത്ഥവും ഉണ്ടായിരിക്കുകയുള്ളൂ. ക്രോസ് എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരങ്ങളെയും വിഭാഗിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സി സൂചിപ്പിക്കുന്നത് ക്രൈസ്റ്റ്, ക്രിസ്തുവാണ് എപ്പോഴും നമ്മിൽ ഉണ്ടാകേണ്ടത്. ആർ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയെ കുറിക്കുകയാണ്, നമ്മുടെ ഉത്തരവാദിത്വം. സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. ആത്മീയ ജീവിതം നയിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഒരു ഉത്തരവാദിത്വ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ സൂചിപ്പിക്കുന്നത് ഒബീഡിയൻസ്, നമ്മൾ അനുസരണമുള്ളവരായി ജീവിക്കണം. ക്രൂശിൻ്റെ പ്രതിനിധികളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും അനുസരണമുള്ളവരായി ജീവിക്കണം. അതിൻ്റെ എസ് എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്, ത്യാഗം. എന്തിനും ഏതിനും ഒരു ത്യാഗമുണ്ട്. കർത്താവ് നമുക്ക് രക്ഷയൊരുക്കുവാൻ ഒരു ത്യാഗം സഹിച്ചാണ് ആ രക്ഷ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി നൽകിയത്. ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ അതിനകത്തൊരു ത്യാഗമുണ്ട്, അതിനകത്തൊരു അധ്വാനമുണ്ട്, അതിനൊരു പരിശ്രമമുണ്ട്, ഹാർഡ് വർക്കുണ്ട്. ആത്മീയ അധ്വാനം ത്യാഗത്തോടുകൂടെ മാത്രമേ നമുക്ക് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ത്യാഗത്തോടെ ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അവസാനത്തെ യെസ്, സാൽവേഷൻ. കർത്താവ് നമുക്ക് ത്യാഗം സഹിച്ച് ഒരുക്കി നൽകിയത് രക്ഷയാണ്. എന്നെയും നിങ്ങളെയും ആ രക്ഷ എന്ന പെട്ടകത്തിനുള്ളിൽ കർത്താവ് ആക്കിയിരിക്കുന്നു. വീണ്ടും താൽക്കാലിക സുഖത്തിനും രക്ഷയ്ക്കും വേണ്ടി രക്ഷാ പേടകത്തിൽ നിന്ന് നാം സ്വയം പുറത്തു വന്ന് നഷ്ടപ്പെട്ടു പോകുന്നവരായി മാറാതെ ദൈവമൊരുക്കിയ രക്ഷാകൂടാരത്തിനകത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഏറെ നന്നാണ്. ആ രക്ഷ കാൽവരിയിൽ നമുക്ക് ഒരുക്കി നൽകി. അത് കാൽവരിയുടെ രക്ഷാപേടകമാണ്. അതിനകത്തിരുന്ന് ഇഹത്തിലും പരത്തിലും ഒരു രക്ഷയികരമായ ഒരു രക്ഷയിക ജീവിതം നയിക്കുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാണ് ക്രോസ് എന്ന വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് സഭയുടെ അടയാള ബിന്ദുവാണ്. പുരാതന ക്രൈസ്തവർ പലതരത്തിലുള്ള ക്രൂശുകൾ ഉപയോഗിച്ചിരുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം ക്രൂശിനെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ഈ ക്രൂശിനെ ദർശിച്ചുകൊണ്ടാണ് അവൻ്റെ ഓരോ ജീവിത യാത്രയും പ്രവർത്തനവും എന്ന് പറയുന്നത്. ഇത് അനുസരിച്ചാണ് നമ്മുടെ ജീവിതങ്ങളെ ഈ ഭൂതലത്തിൽ ക്രമീകരിക്കേണ്ടത്. തന്നെ ത്യജിച്ച് വേണം ഈ ക്രൂശെടുത്ത് നാം യാത്ര ചെയ്യുവാൻ, ക്രിസ്തുവിനെ പിന്തുടരുവാൻ. മനുഷ്യനെ നശിപ്പിക്കുന്ന മാരക വിഷമാണ് പാപം. അത് ഒടുക്കം സർപ്പം പോലെ അത് കടിക്കുമെന്നും അണനി പോലെ കൊത്തുമെന്നും സദൃശ്യവാക്യം 23:22 പറയുന്നു. അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലിവിഷം ഉണ്ട്. സങ്കീർത്തനം 140:3.
ഈ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് വേദപുസ്തകം നമ്മെ പരാവർത്തി ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ നശിക്കുന്നവർക്ക് വേണ്ടി, പാപത്തിൽ നിബദിക്കുന്നവർക്ക് വേണ്ടി ജീവദായകമായി യേശു കാൽവരിയിൽ ഉയർത്തപ്പെട്ട രക്ഷയുടെ ക്രൂശിലേക്ക് നോക്കി ഞാനും നിങ്ങളും രക്ഷ പ്രാപിക്കേണ്ടത് ഈ നാളുകളിൽ ഏറെ ആവശ്യമാണ്. അതിന് ഈ ക്രൂശ് നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവഴുത്തിന് ഇതിനാൽ നിവർത്തിയായി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. ഇന്നും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയും ക്രൂശിനെ അവഗണിക്കുന്നവർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു രത്നചുരുക്കമാണ് ഈ വായിച്ചു കേട്ട തിരുവചന ഭാഗം. ഒന്ന്, ക്രൂശിനെ അവഗണിച്ച് തങ്ങളുടെ നേട്ടങ്ങളിൽ ഊറ്റം കൊള്ളുന്നവർ വളരെ അധികം പേർ ഈ ഭൂതലത്തിലുണ്ട്. വിശാല ലോകത്ത് വിശ്വാസതലത്തിലേക്ക് പ്രവേശിക്കുവാൻ ലോകചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമായിരുന്നു കാൽവരി ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. അത് ദൈവപുത്രൻ്റെ രക്ഷണ്യമായ മരണമാണ്. സ്വാർത്ഥ നേട്ടങ്ങളിൽ ആണ്ടുപോയിരിക്കുന്ന പടയാളികളുടെ മനസ്സുകൾക്ക് ആ നിസ്തുലമായ സ്നേഹയാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് അവർ കഴിഞ്ഞില്ല. ഇന്നും ഇതേ ചിന്താഗതി വച്ചു പുലർത്തുന്ന അനേക വിശ്വാസികൾ ഈ ഭൂതലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു, ഇനി ഞാനൊന്നും ചെയ്യേണ്ടതില്ല. ക്രൂശിൻ്റെ നേട്ടങ്ങളിൽ മാത്രം ഊറ്റം കൊണ്ട് സ്തോത്രം പാടുന്ന വിശ്വാസ ജീവിതങ്ങൾ ഈ ഭൂതലത്തിലുണ്ട്. യേശുവും ക്രൂശിൽ ആത്മഹത്യ ചെയ്തതല്ല, മതരാഷ്ട്രീയ സാമ്പത്തിക കൊതികളാൽ കൊല്ലപ്പെടുകയായിരുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റി കാണരുത്. മരണത്തിൻ്റെയും പാപശക്തികളുടെയും വാഴ്ചകൾക്കെതിരെ ജീവിതത്തിലുടനീളം സ്വീകരിച്ച അചഞ്ചലവും ദൈവികവുമായ നിലപാടിൻ്റെ പരിസമാപ്തിയായി ക്രൂശിനെയും അതിന് അപ്പുറമുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയും നാം കാണണം. ക്രൂശില്ലാത്ത ഉയർപ്പ് വികലമായ ആത്മീയതയാണ്. കൈവന്നിരിക്കുന്ന സാമ്പത്തിക സമൃദ്ധിയെ നിലനിർത്തുവാൻ ഉതകുന്ന ഒരു ആത്മീയതയാണ് ഇന്ന് ഈ വിശ്വാസ സമൂഹം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരുടെ ഭാഗ്യാവസ്ഥയെ അറിയാതെ പോകുന്ന ഒരു വിശ്വാസ സമൂഹം. സമൃദ്ധിയുടെ സുവിശേഷത്തിന് ക്രിസ്തുവുമായ എല്ലാ ബന്ധം പടയാളികളുമായിട്ടാണ് ബന്ധം. ക്രൂശിന്റെ വേദനകളും വികലതകളെയും ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പിന്തുടരുവാനുള്ള വിളിയെയാണ് നാം കേട്ടനുസരിക്കേണ്ടത്. ഇതിൽ ക്രൂശ് കേന്ദ്രീകൃതമായ ജീവിതവും പാപശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടവും ഇതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു. ക്രൂശിനെ അവഗണിച്ച് നമ്മുടെ നേട്ടങ്ങളിൽ മാത്രം നിങ്ങളും ഊറ്റം കൊള്ളുവാനായിട്ട് പാടില്ല. രണ്ടാമതായി പറയുന്നത്, ക്രൂശിനെ മറന്ന് അങ്കി പങ്കിടുന്നവർ. ക്രൂശിൽ കൊല്ലപ്പെടുന്ന യേശു ആരാണെന്ന് ശ്രദ്ധിക്കുവാൻ പടയാളികൾ ശ്രമിച്ചില്ല. അതായിരുന്നു ശതാധിപരുമായി അവർക്കുണ്ടായിരുന്ന നിർണായക വ്യത്യാസം. അവർ യേശുവിൻ്റെ അങ്കിയിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചു, വസ്ത്രത്തിൻ്റെ പങ്കുകാരായി. യേശുവിൽ നിന്നും യാതൊന്നും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ക്രൂശിൻ്റെ നേട്ടങ്ങളെ ഭൗതിക രംഗത്ത് ആദായവും അധികാരപ്രമത്തിനും വേണ്ടി മാറ്റുന്നവർ ഇന്ന് നിരവധിയാണ്. വിശ്വാസം വിൽപ്പന ചരക്കാക്കി മാറ്റുകയാണ്. ക്രിസ്തുവിൻ്റെ അങ്കിയെ മുറുകെ പിടിച്ചിരിക്കുന്നവർക്ക് ക്രൂശിതനായ ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന വെറും ഒരു വസ്ത്രം മാത്രമാണ്. ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സഭാഭക്തി പുലർത്തുന്നവരുണ്ട്, സ്ഥാപന ഭക്തി, ആചാരാനുഷ്ഠാന ഭക്തി. പ്രിയമുള്ളവർ, നാം എല്ലാവരും ക്രിസ്തുവിനോടൊപ്പം ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ നിലകൊള്ളാനാണ് ദൈവം നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പരമത്യാഗത്തിൻ്റെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെയും ദുഃഖിതനോടുള്ള ഏകീഭാവത്തിൻ്റെയും അവാച്യമായ ദൈവസ്നേഹത്തിൻ്റെയും ഉദാത്തമായ അർത്ഥങ്ങളും വെല്ലുവിളികളും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശ് വെറുമൊരു അലങ്കാര വസ്തുവുമായി, ആരാധന ബിംബമായി, അധികാര ചിഹ്നമായി, ആദായ ചരക്കായി മാറ്റിയിട്ടില്ലേ എന്ന് നാം നമ്മോട് തന്നെ ഏറ്റവും ഉണർവായി ചോദിക്കേണ്ടുന്നൊരു ചോദ്യമാണ്. ക്രൂശിനെ മറന്ന് ഈ അങ്കിക്കായി ചീട്ടിടുമ്പോൾ സാമ്പത്തിക നേട്ടം, സാമൂഹിക ധാർമ്മിക നിസ്സംഗത തുടങ്ങിയവയിൽ ആണ്ടുപോയി ക്രൂശിതന്റെ പ്രവാചക ദൗത്യം
ഞാനും നിങ്ങളും ഇന്ന് മറന്നുപോവുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വവും തേജസ്സും നമ്മൾ മറന്നുപോവുകയാണ്. നോർമൻ മെയ്ലർ എന്ന നോവലിസ്റ്റിൻ്റെ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു കൃതിയാണ് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ദ സൺ. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർ പണക്കാരും ഭക്തരുമാണ്. അവർ ആ പഴയ പരീശന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല. സത്യത്തിൽ എന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചവരെക്കാൾ കപടഭക്തിക്കാരാണവർ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്. ലൂതർ കിങ് പ്രകാരം പറഞ്ഞിരിക്കുന്നു: ക്രൂശാണ് ആകമാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമമായ മാനദണ്ഡം. ക്രൂശിനെ മറന്ന് പങ്കിടുന്ന അതിൻ്റെ ലാഭങ്ങളിലും അതിൻ്റെ കാര്യങ്ങളിലുമല്ല നമുക്ക് നേട്ടമുണ്ടായിരിക്കേണ്ടത്. നാം യഥാർത്ഥമായി ക്രൂശിതനുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായിരിക്കണം. പടയാളികളെ പോലെ അങ്കിക്കായി ചീട്ടിട്ട് അതാർക്ക് ലഭിക്കും, അതിനുവേണ്ടി ഞാനും നിങ്ങൾ ക്രൂശിക്കുന്നത് ആരെയാണെന്ന് പോലും അറിയാതെ പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇന്നും ക്രൂശിനെ മറന്ന് പാപത്തിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ ഇൻപങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ക്രിസ്തുവിൻ്റെ ക്രൂശുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പടയാളികളുമായിട്ടാണ് ബന്ധം. മൂന്നാമതായി ചിന്തിക്കുന്നത് മരണത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നവർ. ക്രൂശീകരണം നിർവഹിക്കുന്നവർക്കുള്ള ഒരു പ്രതിഫലമാണ് ക്രൂശിക്കപ്പെട്ടവരുടെ വസ്ത്രം, ആരാച്ചന്മാരുടെ വേതനം എന്ന് പറയും. അങ്കി പങ്കിടുന്നതിന് പടയാളികളുടെ ശ്രദ്ധ ഒരു ലാഭക്കൊതിയുടെ വേലിയേറ്റത്തിൽ ഒരു മനുഷ്യ ജീവൻ വിലയില്ലാതാവുകയാണ്. ഒരാൾ മരിച്ചാൽ മൃതദേഹത്തിൻ്റെ ചൂടാറും മുമ്പ് അനന്തരാവകാശികൾ സ്വത്തുവകകൾക്ക് വേണ്ടി കടിപിടി കൂടുകയാണ്. രോഗികളെ സാമ്പത്തിക ലക്ഷ്യത്തോടുകൂടെ മാത്രം കാണുന്ന ഡോക്ടേഴ്സിന് ഇന്ന് ഈ സമൂഹത്തിൽ സേവനങ്ങൾ ചെയ്യുന്നു. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ ഒരു പ്രകൃതി ദുരന്തങ്ങളിൽ പോലും ലാഭം കൊയ്യുവാൻ കാത്തിരിക്കുന്നവരുണ്ട്. മനുഷ്യന്റെ പ്രാണവേദനയെ ലാഭക്കൊതിയോടെ മാത്രം കാണുന്നവർ ക്രിസ്തുവിൻ്റെ ചുവട്ടിലെ പടയാളികളുടെ കൂടപ്പിറപ്പുകൾ എന്നല്ലാതെ പിന്നെ എന്താണ് അവരെക്കുറിച്ച് പറയുക? പല മനുഷ്യ ജീവിതങ്ങളെയും വാണിഭങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പണലാഭമുണ്ടാക്കുന്നവർ ഇന്നും ഈ ഭൂതലത്തിൽ പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രൂശിന്റെ വഴി ഭൗതിക സുഖങ്ങൾ തേടി പോകുന്ന ആത്മീയത ഉള്ളവർക്ക് അത് ഭോഷത്വമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. മരണത്തിൽ നിന്ന് പോലും ലാഭം കൊതി ആഗ്രഹിക്കുന്നവർക്ക് ഒരു മനുഷ്യ ജീവന്റെ വില അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ അങ്ങനെ ഒരു തരത്തിൽ ആയിപ്പോകരുതേ. ക്രൂശും ദൈവമക്കളും തമ്മിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒരു വിശ്വാസ സമൂഹം ഒരു മനുഷ്യന്റെ ചിന്തയ്ക്കനുസരിച്ച് അവൻ ഈ ലോകത്തിന്റെ ഇൻപങ്ങൾക്കും നേട്ടങ്ങൾക്കും ലാഭക്കൊതിയുടെയും സാമ്പത്തിക നേട്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, ക്രൂശിനെ അവഗണിച്ച് അതിന് നെഗറ്റീവ് അർത്ഥം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ, ഇനി എന്താണ് ക്രൂശ് നമുക്ക് നൽകുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്ത? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നൽകുന്ന എനർജി എന്താണ്? ഒരു ഉൾക്കരുത്ത് എന്താണ്? ആത്മീയ അവബോധം എന്താണ്? ആത്മീയ നൈർമല്യം എന്താണ്? ആ ആത്മീയ ശോഭ എന്താണ് എന്ന് അടുത്ത ഭാഗങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ക്രൂശ് സ്നേഹത്തിൻ്റെ പരിശീലനമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളും തുൻപങ്ങളുമുള്ള മാലിന്യങ്ങളുമുള്ള ഒന്നല്ല ക്രൂശ്. ക്രൂശ് എന്ന് പറയുന്നത് റിയൽ ലവ് ആണ്, യഥാർത്ഥ സ്നേഹത്തിൻ്റെ പരിശീലനമാണ്. ക്രൂശ് സ്നേഹത്തിൻ്റെ പാഠശാലയാണ്. ജീവിതത്തിൽ കൂടെയുള്ളവർ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ക്രൂശിലേക്ക് നോക്കിയാൽ ഉത്തരം കിട്ടും. യേശു ക്രൂശിൽ ഒറ്റയ്ക്കായിരുന്നു. നമ്മുടെ നഷ്ടങ്ങളുടെ മധ്യേ നഷ്ടങ്ങളുടെ ദൈവം കൂടെ ഉണ്ടതായി നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, പെറ്റതള്ള മറന്നു പോകുമ്പോൾ, കൂടെയുള്ളവർ മറന്നു പോകുമ്പോൾ, സഹോദരങ്ങൾ മറക്കുമ്പോൾ, സ്നേഹിതരെ മറക്കുമ്പോൾ, അയൽക്കാർ മറക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ക്രൂശ് എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ഏകാന്തതയിൽ ഒറ്റപ്പെടുത്തുന്ന സ്നേഹമല്ല, തള്ളിക്കളയുന്ന സ്നേഹമല്ല, ഉപേക്ഷിക്കുന്ന സ്നേഹമല്ല, നിന്ദിക്കുന്ന സ്നേഹമല്ല, ഒറ്റപ്പെടുത്തുന്ന സ്നേഹമല്ല. ആ ഇടങ്ങളിലൊക്കെയും എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകുന്നവർക്ക് ക്രൂശിലെ പാഠം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. വേദപുസ്തകം തന്നെ പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, കുടപ്പിറപ്പുകളെ സ്നേഹിക്കുക. എല്ലാവർക്കും സ്നേഹം തുല്യമായി പങ്കുവെച്ച് നൽകുവാൻ നമുക്ക് കഴിയണം. ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ്. അത് ത്യാഗത്തിന്റെ വഴിയാണ്. അത് സ്നേഹത്തിന്റെ ഇരിപ്പിടമാണ്. ക്രൂശിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പുറം കാഴ്ച മാത്രം പോരാ, ഒരു മനുഷ്യന് ഉൾക്കാഴ്ച, അതായത് ഒരു ഉൾവെളിച്ചം കൂടെ ആവശ്യമാണ്. നീതിയായ, നന്മയുള്ള, ദൈവകൃപയുള്ള ഒരു ഉൾവെളിച്ചം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ക്രൂശിലെ സ്നേഹം, ആ ക്രൂശിലൂടെ ഒഴുകുന്ന സ്നേഹം
എനിക്കും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ശീമോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, സ്നേഹപുത്രനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നോട് വാത്സല്യമുണ്ടോ? എന്നോട് സ്നേഹമുണ്ടോ? ഈ ചോദ്യം ഇന്നും ഈ കാലഘട്ടത്തിലും എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു. പ്രിയ മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയം എനിക്കൊന്ന് തരാമോ? ഇന്ന് സ്നേഹം വ്യാജമായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സ്നേഹം പൊറുക്കുന്നു, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, ചീർക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം സഹിക്കുന്നു എന്നൊക്കെയും പറയുമ്പോൾ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. നശിച്ചു പോകാത്ത സ്നേഹമാണ് കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും കർത്താവ് പകർന്നു നൽകിയിരിക്കുന്നത്. മാനുഷിക സ്നേഹങ്ങളൊക്കെയും നശിച്ചു പോകും, ഉതിർന്നു പോകും. സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും അനുസരിച്ചൊക്കെയും ഉതിർന്നു പോകും, നശിച്ചു പോകും. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന, ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ സ്നേഹം കാപട്യമില്ലാതെ തുടരുന്നു, നശിച്ചു പോകാതെ തുടരുന്നു. എല്ലാവരെയും സ്നേഹം കൊണ്ട് നേടുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ക്രൂശിൽ കിടക്കുന്ന യേശു ഒരു നല്ലൊരു സ്നേഹത്തിന്റെ സുവിശേഷമാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വാർത്തയാണ്, നല്ല സുവിശേഷമാണ് ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓരോ ദിവസവും മനുഷ്യനെ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഈ ക്രൂശിലെ സ്നേഹം നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി, ഈ ക്രൂശിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രൂശ് പുതിയ അർത്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ക്രൂശ് ഓരോ നാളും പുതിയ പുതിയ അർത്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ക്രൂശിന്റെ ഒരു വശത്ത് ക്രിസ്തു കിടക്കുമ്പോൾ മറുവശം നമുക്കുള്ളതാണ് എന്നൊരു ബോധ്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവിനോടുകൂടെ ക്രൂശിൽ കിടക്കാൻ കിട്ടുന്ന അവസരം ഭാഗ്യമുള്ളതാണ്. യേശു സ്നേഹിക്കുന്നവർക്കാണ് ക്രൂശ്. വേദനയുടെ നിമിഷങ്ങളിൽ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു അർത്ഥം ഈ ക്രൂശ് പങ്കുവയ്ക്കുകയാണ്. വജ്രം മുറിക്കുമ്പോൾ പ്രകാശം പരക്കുന്നത് പോലെ ക്രൂശ് വഹിക്കുന്ന ഒരു വ്യക്തി ക്രൂശിനാൽ മുറിക്കപ്പെടുമ്പോൾ അധികം പ്രകാശം പരത്തും. ക്രൂശിൽ എഴുതിയ സ്നേഹകാവ്യമാണ് ഉയർപ്പിന്റെ സുവിശേഷം. ശാപത്തിന്റെ ചിഹ്നമായിരുന്ന അവഗണനയുടെയും പ്രതീകമായിരുന്ന ക്രൂശ് ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷാരീതിയാണ് ക്രൂശ് മരണം. ആ ക്രൂശ് യേശു കർത്താവ് വഹിച്ചതിലൂടെ പരിപാവനമായി തീർന്നു, നിർമ്മലമായി തീർന്നു. ആ ക്രൂശാണ് ഞാനും നിങ്ങളും ഇന്ന് അഭിമാനത്തോടെ ജീവിതത്തിന്റെ സമസ്ത ഭാഗങ്ങളിലും വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനൊരു ദർശനമുണ്ട്, അതിനൊരു വിശുദ്ധിയുണ്ട്. ആ ക്രൂശിന്റെ അനുഭവം ധരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. നാലാമതായി, ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷയെ പഠിപ്പിക്കുകയാണ്. ക്രൂശ് എന്ന് പറയുന്നത് സാൽവേഷൻ. മനുഷ്യരാശിയെ യേശു ക്രൂശിലൂടെയാണ് നേടിയെടുത്തത്. മനുഷ്യരാശിക്ക് രക്ഷയുടെ വാതിലായി ക്രൂശ് മാറുന്നു. ശാപമായിരുന്ന ക്രൂശ് അനുഗ്രഹമായി തീരുന്നു. ദൈവസ്നേഹത്തിന്റെ പ്രതീകവും വീണ്ടെടുപ്പിന്റെ മുദ്രയുമായി തീരുന്നു. മരണത്തിന്റെ അടയാളമായ ക്രൂശ് രക്ഷയുടെ അടയാളമായി മാറിയതോടെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നത് ക്രൂശിതനായ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നതാണ് അർത്ഥം. ക്രൂശ് സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവേണിയാണ്. അത് തന്റെ മക്കളോടുള്ള അനന്തമായ അളക്കുവാൻ കഴിയാത്ത സ്നേഹം ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയും. ക്രൂശിൽ മരിച്ച യേശു മുൻകൂട്ടി അറിയിച്ചതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതോടുകൂടെ തോൽവിയുടെയും ശിക്ഷയുടെയും അടയാളമായ ക്രൂശ് ഒരു മഹത്തായ രക്ഷയുടെ, അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ, സ്നേഹത്തിന്റെ ഒരു മഹത്തായ മുഖമുദ്രയായി, ഒരു ചിഹ്നമായി ഈ ക്രൂശ് മാറുകയാണ്. ക്രൂശിന്റെ പാത ഇടുങ്ങിയ വഴിയാണ്. ആ ഇടുങ്ങിയ വാതിലിലൂടെ കയറിയാലേ രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. യേശുവിനോടൊപ്പം ക്രൂശിൽ വലതുവശത്തായിരുന്നവൻ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് ആ രക്ഷകനെ തിരിച്ചറിഞ്ഞ് രക്ഷ പ്രാപിക്കുകയാണ്. അവൻ അവസരം പ്രയോജനപ്പെടുത്തി പറുദീസ എന്ന കൃപയുടെ ഒരു സത്തായി മാറുകയാണ്. ഒരു ദൈവ പൈതൽ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ക്രൂശ് സ്നേഹമായും രക്ഷയായും പുതിയ അർത്ഥമായും മനുഷ്യ ഹൃദയങ്ങളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചിന്ത എന്ന് പറയുന്നത് ക്രൂശ് വിശുദ്ധീകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതമാണ്. ക്രൂശ് വിശുദ്ധിയുടെ അടയാളമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യന്റെ പുറത്തു നിന്ന് അകത്തു പോകുന്നതല്ല അവനെ അശുദ്ധമാക്കുന്നത്, മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതാണ് അവൻ ദുശ്ചിന്ത, വ്യഭിചാരം, ഇങ്ങനെയുള്ള ജഡീക ചിന്തകൾ നൽകുന്നത്. അത് വിശുദ്ധിക്ക് ഒരു തടസ്സമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ലോകസ്നേഹമുള്ളവന്
ദൈവത്തിൻ്റെ സ്നേഹം പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിയായത്, സത്യമായത്, നീതിയായത്, ഘനമായത്, നന്മയായത്, നിർമ്മലമായത്, സൽഗുണമായത്, ഇങ്ങനെ ഉയരത്തിലുള്ളത് ഞാനും നിങ്ങളും മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഞാൻ പാപത്തെ സ്നേഹിക്കാൻ പോകില്ല കർത്താവേ, ഇനി മുതൽ ഞാൻ ദൈവത്തിൻ പൈതലായി ജീവിക്കാം. ക്രൂശിനെ ഞാൻ അലക്ഷ്യമാക്കാതെ ജീവിക്കും. എന്നിലൂടെ ഒരിക്കലും അങ്ങയുടെ നാമം മലിനപ്പെടുവാൻ ഇടവരരുതേ. ഈ നികത്തിലും പരത്തിലും ക്രൂശ് എന്ന് പറയുന്നതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു ആളത്വമാണ്. പ്രിയമുള്ളവരെ, ഈ ക്രൂശിൻ്റെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ക്രൂശിനെ അലക്ഷ്യമാക്കാതെ നമുക്ക് ജീവിക്കാമോ? എനിക്ക് എന്ത് കഷ്ടം വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ ക്രൂശിനെ വിടാതെ പിന്തുടരും. ഈ ലോകത്തിലെ ശത്രു എന്ത് ഇൻപങ്ങൾ തന്നാലും, എന്ത് മായാമോഹങ്ങൾ തന്നാലും സകലതും ചപ്പും ചവറുമെന്നെണ്ണി പൗലോസ് പറയുന്നത് പോലെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി പോരാടുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർപൊരുതോട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഇതാണ് ക്രൂശിലേക്കുള്ള ഓട്ടത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. അതിന് നമുക്ക് സമർപ്പിതമായൊരു ജീവിതം ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നല്ലതും പൂർണ്ണതുമായ ദൈവഗതം തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ. ഇത് രൂപാന്തരത്തിന്റെ കാലമാണ്. ഇത് പുതുക്കപ്പെടേണ്ട നിമിഷമാണ്. ഇതൊരു സമർപ്പണത്തിന്റെ നിമിഷമാണ്. ഇത് വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിൻ്റെ നിമിഷങ്ങളാണ്. എനിക്കും നിങ്ങൾക്ക് ആയുസ് കൊച്ചായുസ് മാത്രമാണ്. ഇനി എത്രയെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ ഞാനും നിങ്ങളും അറിയുന്നു. നമുക്ക് ഉള്ള നാളുകളെല്ലാം വിരലിൽ എണ്ണപ്പെടാവുന്ന നാളുകളാണ്. അതുകൊണ്ട് ക്രൂശിലേക്ക് നോക്കി നമ്മുടെ ജീവിതാന്ത്യം വരെയും സമർപ്പണ ജീവിതം നയിച്ച് ആ തേജസ്സിന്റെ വാടാത്ത കിരീടം നേടുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ക്രൂശിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ രചിച്ചതിൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കട്ടെ. അങ്ങനെ ഒരു ജീവിതം നമുക്ക് ഒരുക്കാമോ? സമർപ്പണ ജീവിതം നയിക്കാം. വിശുദ്ധീകരണത്തിൽ മാത്രമേ ഒരു സമർപ്പണ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. അതിന് സർവശക്തനായ ദൈവം ഈ ക്രൂശിന്റെ നാളുകളിൽ നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഈ ഒരു ബന്ധം പുലർത്തി ജീവിക്കുവാൻ, ക്രൂശുമായുള്ള ബന്ധം പുലർത്തി ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപകളും നന്മകളും നൽകട്ടെ. ഞാൻ അങ്ങയുടെ മകനാണപ്പ, മകളാണപ്പ എന്നുള്ള പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ പ്രതിജ്ഞാബദ്ധമായ ജീവിതം നയിപ്പ് പരിശുദ്ധാത്മാവ് ക്രൂശിലൂടെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിക്കപ്പെട്ടല്ലോ. ആ ക്രൂശിലൂടെ നമുക്ക് ഒരുക്കിയത് രക്ഷയാണ്. പലപ്പോഴും നമ്മൾ ക്രൂശിലൂടെ ഈ ലോകത്തിൻ്റെ ഇൻപങ്ങൾ നോക്കിക്കാണുന്നു, ലാഭം നോക്കിക്കാണുന്നു, നേട്ടങ്ങൾ നോക്കിക്കാണുന്നു. അതിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നു. ജീവന് വിലയില്ലാതാക്കി തീർക്കുന്ന അനുഭവം, ആ രക്തത്തുള്ളികൾക്ക് വിലയില്ലാതാക്കി തീർക്കുന്ന അനുഭവം, അതിലും ലാഭക്കൊതിയോടെ മനുഷ്യൻ ഇന്ന് പല സ്ഥാനങ്ങളിൽ ആ ക്രൂശിനെ നോക്കിക്കാണുമ്പോൾ, ക്രൂശ് സ്നേഹത്തിൻ്റെ ഒരു പരിശീലനമാണ്. ക്രൂശ് എൻ്റെ ജീവിതത്തിൽ നിന്നും പുതിയ അർത്ഥം നൽകുന്ന ഒന്നാണ്. ക്രൂശ് രക്ഷയെ പഠിപ്പിക്കുകയാണ്. അത് വിശുദ്ധീകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമാണ്. ആ ഒരു ദർശനത്തോടെ ഞങ്ങൾക്ക് ഈ ക്രൂശിന്റെ നാളിൽ ജീവിപ്പാൻ, ഞങ്ങളെ തന്നെ പുതുക്കി രൂപാന്തരപ്പെടുത്തി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ. ദൈവമേ, ഓരോ നാളും ഞങ്ങളെ തന്നെ ത്യജിച്ച് ക്രൂശെടുത്ത് നാൾ തോറും അങ്ങേ അനുഗമിച്ച് തേജസ്സിന്റെ വാരാത്ത കിരീടം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യുഗത്തിലും പരത്തിലും ആ വലിയ നേട്ടം ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പടയാളികളെ പോലെയല്ല, ക്രൂശ് ചുമക്കുവാൻ അവസരം ലഭിച്ച കുറേനക്കാരനായ ശീമോനെ പോലെ, ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുവാൻ അവസരം ലഭിച്ച ആ പ്രിയ അമ്മമാരെ പോലെ കർത്താവെ, അങ്ങയുടെ ക്രൂശിന്റെ ചുവട്ടിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കും. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം ദൈവമുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.